പാർലമെൻറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ്. പക്ഷേ പാർലമെൻറ്റിൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് സ്പീക്കറുടെ ചുമതലയാണെങ്കിൽ പോലും നമ്മൾ ആ പാർലമെൻറ്റിലെ സെക്യൂരിറ്റി ആ വീഴ്ചയെ തീർച്ചയായിട്ടും ഗൗരവമായിട്ട് എടുക്കണം. അതെടുക്കുന്ന സമയത്ത് ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിൽക്കണം. ഒരുമിച്ച് നിന്നുകൊണ്ടാണ് അത്തരത്തിലുള്ള വീഴ്ചകളെ നമ്മൾ പരിശോധിക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് റൂൾ 267 പ്രകാരം മല്ലികാർജുന ഖാർഗെ ഈ വിഷയം വന്ന സമയത്ത് ചർച്ച വേണം എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്ലോറിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തതുമാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണമെന്ന് പറഞ്ഞു. അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ടുള്ള അംഗങ്ങളെ നിശ്ചയിച്ചു. ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായി നടന്നിട്ടുണ്ട്. ഇനി അതിനുശേഷം ഇപ്പോൾ എനിക്ക് വിരോധമില്ല നരേന്ദ്രമോദിയെ ഫാഷിസ്റ്റാണെന്നും നരേന്ദ്രമോദി ഫാഷിസ്റ്റാണ് അതുകൊണ്ട് സംസാരിക്കാത്ത, അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായമാണ്. ഞാൻ ആ അഭിപ്രായം അവർക്ക് പറയാനുള്ള അവകാശമുള്ളതുകൊണ്ട് ഞാൻ അതിനെ ഒന്നും എതിർക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ 2-3 ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. ആ ചോദിക്കാനുള്ള ചോദ്യത്തിന് ഇവിടെ ഇരിക്കുന്ന പലർക്കും ഉത്തരം പറയേണ്ടി വരും. ഒന്നാമത്തെ ചോദ്യം, ഇത് ആദ്യമായിട്ടല്ല, 2001 ആദ്യമായിട്ടല്ല, 1974 പിസ്റ്റളുമായിട്ട് പാർലമെൻറ്റിൽ ഇറങ്ങി ബഹളം വെച്ചിട്ടുണ്ട്. 1926 ജൂലൈ 26 ഏപ്രിൽ 11 ഉണ്ടായി. അതിനുശേഷം ജൂലൈ 26 ഉണ്ടായി. ഏറ്റവും അവസാനം 1999, കാരണം ഞാൻ പഴയ കാലത്തേക്ക് പോകുന്നില്ല, 1999 ഇതേപോലെ തന്നെ 10 പാർലമെൻറ്റിനുള്ളിലേക്ക് ഗാലറിയിൽ നിന്ന് ചാടി. ആ ചാടി വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. സ്പീക്കറുടെ അടുത്തേക്ക് ഓടി ചെന്നു, വലിയ പ്രശ്നമുണ്ടാക്കി. അന്ന് BJP അന്ന് അന്നത്തെ പ്രധാനമന്ത്രിയോടും അന്നത്തെ ഹോം മിനിസ്റ്ററും ഏതെങ്കിലും തരത്തിൽ ഇതിൽ കുറ്റവാളിയാണ് എന്ന ആരോപണം ഉന്നയിച്ചില്ല. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ. ഞാനത് പഠിച്ച് നോക്കിയിട്ടാണ് വന്നത്. 1999 10th ജനുവരി ആ ദിവസമാണ് അത് ഉണ്ടായത്. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നു. പാർലമെൻറ്റിൻ്റെ പ്രശ്നമാണ്, അത് ശക്തമായ രീതിയിൽ അത് നേരിടണമെന്ന് പറഞ്ഞ് ഒരുമിച്ച് നിൽക്കുകയാണ് ചെയ്തത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം യുദ്ധം ചെയ്യുകയല്ല ചെയ്തത്. ഒരിക്കലും അത് ചെയ്യാനും പാടില്ല എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ പ്രവർത്തകനാണ്. അതുകൊണ്ടാണ് പണ്ട് ശരിയോ തെറ്റോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധമുണ്ടായ സമയത്ത് ജനസംഘത്തിൻ്റെ നേതാവ് അടൽ ബിഹാരി വാജ്പേയി പാർലമെൻറ്റിൽ പറഞ്ഞത് ഈ സമയത്ത് യുദ്ധമാണ്. യുദ്ധത്തിൻ്റെ സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ ഒപ്പം നിന്ന്, അന്നത്തെ ബംഗ്ലാദേശ് യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ ഇന്ദിരാഗാന്ധിയുടെ ഒപ്പം നിന്ന് ഞങ്ങൾ പോരാടും, ഞങ്ങൾ പ്രതിപക്ഷം മുഴുവൻ എന്ന് പറഞ്ഞത്. അമേരിക്കയിൽ ആ തിയാൻമൻ സ്ക്വയർ തകർത്ത സമയത്ത്, ടിയാൻമൻ സ്ക്വയറിലെ സംഭവമല്ല, അമേരിക്കയിലെ സംഭവ സമയത്ത് ഒരു കുഞ്ഞിനെ എടുത്തു വെച്ചിട്ട് അമേരിക്കൻ ഫ്ലാഗ് ഉയർത്തി ജനം മുഴുവൻ ഒരുമിച്ച് നിന്നതുപോലെ വലിയ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ്. ആ ഗൗരവമായിട്ടുള്ള ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടണം. ഇനി അടുത്തൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ ചാടിയ ആളുകൾ, 1 മിനിറ്റ് കൂടെ തന്നാൽ മതി, എനിക്കൊരു സെക്കൻഡ് കൂടി തന്നാൽ മതി, ഞാൻ എൻ്റെ ചോദ്യം ഒന്ന് ചോദിച്ചോട്ടെ. ഈ ചാടിയ ആൾക്കാരുണ്ടല്ലോ, ഇപ്പോൾ ആ നീലവും അതുപോലെ അമൽ ഷിൻഡെയും, ഇവരൊക്കെ ആരാണ് വേണു? അതും കൂടി നമ്മൾ അറിയണമല്ലോ. ഇവർ ജോഡോ യാത്രയിൽ പങ്കെടുത്ത ആളുകളല്ലേ? എൻ്റെ കയ്യിൽ അതിൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ട്. ഇനി അമൂൽ ഷിൻഡെ എന്ന് പറയുന്ന ആൾ, ഇതുമായി ബന്ധപ്പെട്ട ആൾക്ക് വേണ്ടിയിട്ട് കോടതിയിൽ ഇറങ്ങിയിരിക്കുന്നത് ഒരുപക്ഷെ അഭിലാഷിന് അറിയുമായിരിക്കും. ഞാനിപ്പോൾ എനിക്ക് കിട്ടിയ ഇപ്പോഴത്തെ ഒരു വാർത്ത അനുസരിച്ച് അഡ്വക്കേറ്റ് സെറോഡ് എന്ന് പറയുന്ന ആളാണ്, കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുടെ റൈറ്റ് ഹാൻഡാണ്. അവർക്ക് മനോരഞ്ജനാരാണ് താങ്കൾ ഈ അന്വേഷണത്തിൽ പഠനത്തിൽ മുഴുകിയ ആളായതുകൊണ്ട് ചോദിക്കുകയാണ്. മനോരഞ്ജനാരാണ്? മനോരഞ്ജന്റെ കുടുംബത്തിന്റെ രാഷ്ട്രീയം എന്താണ്? മനോരഞ്ജന്റെ അച്ഛൻ ഏത് പാർട്ടിക്കാരനാണ്? ഞാൻ മുഴുവൻ പറഞ്ഞുതരാമെന്ന്. ഞാൻ നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല, ഞാൻ പറഞ്ഞുതരാം. മനോരഞ്ജനുമായി ബന്ധപ്പെട്ടിട്ട് അയാളുടെ അച്ഛൻ ഒരു കർഷക കുടുംബമാണ്. ആ കർഷക കുടുംബം മൈസൂരുമായി ബന്ധപ്പെട്ട് വലിയ കർഷക ലീഡർഷിപ്പിലുള്ള ആളാണ്. അയാൾ സ്വാഭാവികമായിട്ടും ഇതുമായിട്ട് സംസാരിച്ച് പാസ് മേടിച്ചിട്ടുണ്ടാവും. ഞാനതിനെ ഒന്നും എതിർക്കുന്നില്ല, ഞാൻ ഇതിനെ ഒന്നും ന്യായീകരിക്കാൻ തയ്യാറല്ല. അതുപോലെ ജോഡോ യാത്രയിൽ എത്ര ആളുകളാണ് നമുക്ക് തിരഞ്ഞു കണ്ടുപിടിക്കാൻ കഴിയാത്ത അത്രയും വലിയ ആൾക്കൂട്ടത്തിന്റെ അനുയാത്ര ഉണ്ടായിരുന്നല്ലോ. അതിൽ നിന്ന് ഒരാളെ കണ്ടെത്തി ആ ജോഡോ യാത്രയുടെ ബന്ധം കണ്ടെത്തി, അത് രാഷ്ട്രീയമായി എത്ര ശക്തമായ ബന്ധമെന്ന അവതരിപ്പിക്കുന്ന അങ്ങ് മനോരഞ്ജന്റെ അച്ഛനെ പറ്റി പറയുമ്പോഴോ പറഞ്ഞോളൂ. തീർത്തോട്ടെ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അങ്ങനെ ആയിരങ്ങളിൽ ഒരാളല്ല. രാഹുൽ ഗാന്ധിയുടെ കൂടെ വലങ്കൈയായിട്ട് നിൽക്കുന്ന ആളുടെ പേരാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഈ നീലം എന്ന് പറയുന്ന ആ പെൺകുട്ടി മറ്റേ ഹരിയാനയിൽ കോൺഗ്രസിന് വേണ്ടിയിട്ട്
വേദികളിൽ വളരെ ഗൗരവമായിട്ട് കോൺഗ്രസിന് വേണ്ടി യുദ്ധം ചെയ്തിട്ടുള്ള, ബാറ്റൺ പിടിച്ചിട്ടുള്ള, പ്രചരണ രംഗത്തുള്ള സ്ത്രീയാണ് എത്രയോ കാലങ്ങളായിട്ട്. പക്ഷേ ഇതൊക്കെ പറയുന്നത് ഞാൻ ഇവരെയൊക്കെ വേറെ രീതിയിൽ അതല്ല, ഇവരുടെയൊക്കെ പശ്ചാത്തലവും ഇതാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട് എന്ന് ഒരു ആങ്കർ എന്ന നിലയിൽ നാം ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ഈ കാര്യം കൂടി വേണു പറയണം. മനോരഞ്ജൻ അയാളുടെ അച്ഛൻ, അവരുടെ രാഷ്ട്രീയ ബന്ധം എന്ത്, അതും കൂടി ഒന്ന് പറയണം. അല്ല, നിങ്ങളെ പറഞ്ഞോന്ന്, ഞാനത് നിഷേധിക്കുന്നില്ലല്ലോ. അവരുടെ രാഷ്ട്രീയ ബന്ധം എന്താണെന്ന് പറഞ്ഞോളൂ. ശരി അവിടെ വിടുന്നു. ശരി അത് മതി കേൾക്കുന്നവർക്ക് അത് മതിയല്ലോ. ശ്രീ രാജു പി നായർ, ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ശ്രീ രാജു പി നായർ ഒറ്റക്കെട്ടായി നിന്ന് എതിർക്കണമെന്നാണ് പറയുന്നത്. ഒറ്റക്കെട്ടായി നിന്ന് എതിർക്കണമെന്ന്. നിങ്ങൾ എന്താണ് ആ കെട്ടുമുറിക്കുന്നത്? വേണു, ഇവിടെ അത്തരത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാത്തതിൻ്റെ യാതൊരു കുഴപ്പമില്ല. ആരെങ്കിലും നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അമിത്ഷായോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇതിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞോ? എന്താ കോൺഗ്രസ് ആവശ്യപ്പെട്ടത്? കോൺഗ്രസ് ആവശ്യപ്പെട്ടത് ആ കൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി വേണ്ട, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പാർലമെന്റ് സെഷനിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തണമെന്ന് മാത്രമാണ് പറഞ്ഞത്. അത് ജനാധിപത്യത്തിൽ ഏറ്റവും ന്യായമായ ആവശ്യമല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ആക്രമണം നടന്നപ്പോൾ ആ ആക്രമിയെ കീഴ്പ്പെടുത്തിയതാരാ? ഒരു കോൺഗ്രസിന്റെ MP അല്ലേ കീഴ്പ്പെടുത്തിയത്? ഇവിടെ ആരാണ് ഈ സർക്കാരിൻ്റെ ഒപ്പം നിൽക്കാത്തത്? ഏത് യുദ്ധത്തിന്റെ സമയത്താണ് സർക്കാരുകൾക്കൊപ്പം പ്രതിപക്ഷം നിൽക്കാത്തത്? ഞാൻ BJP ഞാൻ ഒഴിക്കുന്നില്ല, അതിനൊക്കെയുള്ള വിവേകമുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ കാർഗിൽ യുദ്ധം നടന്നപ്പോൾ എന്താ കോൺഗ്രസ് പാകിസ്ഥാനൊപ്പം നിന്നോ? ഇല്ലല്ലോ. അന്ന് പ്രധാനമന്ത്രിക്ക് പൂർണ്ണ പിന്തുണ കൊടുത്തു നിന്നു. അതിനുശേഷം ഉണ്ടാവുന്ന കാര്യങ്ങൾ വിമർശിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും വിമർശിക്കും. അവിടെ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ വിമർശിക്കും. ആ വിമർശനത്തെ അതിനെയെല്ലാം മറ്റൊരു തരത്തിൽ എതിർക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള മറുപടി പറയുകയും ചെയ്യും, ഒരു സംശയവും വേണ്ട. ഇവിടെ ഭാരത് ജോഡോ യാത്രയിൽ നടന്നു എന്നുള്ള ചരിത്രമാണ് കണ്ടെത്താൻ നോക്കുന്നത്. നോക്കൂ, ഈ അക്രമികൾക്ക് പാസ് കൊടുത്ത BJPയുടെ MP കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല, അമിത്ഷായും മിണ്ടുന്നില്ല, BJPയും മിണ്ടുന്നില്ല, ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ മിണ്ടുന്നില്ല. മനസ്സിലായില്ലേ? ഈ പാസ് കൊടുത്ത് കയറ്റിവിട്ടത് BJPയുടെ MP-യാ. ഞങ്ങൾ പറയുന്നുണ്ടോ അയാളുടെ ഗൂഢാലോചനയാണ് ഈ ഇത് ആക്രമണം നടന്നതെന്ന്? ഞങ്ങൾ ഇപ്പോഴും പറയുന്നു. രാജു അതിന്റെ ഒരു യാദൃച്ഛികത കൂടെ നോക്കിക്കോണം. ഈ പറയുന്ന സാഗർ ചാടുന്നു, അതിന്റെ ഭാഗമായി ഈ പാസിന്റെ വിശദാംശം യാദൃച്ഛികമായി ഡാനിഷ് അലി കാണുകയാണ്. പെട്ടെന്ന് അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. അങ്ങനെയാണല്ലോ അത് പുറത്തു വരുന്നത്. ഇനി ഡാനിഷ് അലി എങ്ങാനുമാണ് ഇത് കൊടുക്കുന്നതെങ്കിലോ എന്താകുമായിരുന്നു പുകില്? ഇതൊന്നും ചെയ്യാതെ മഹുവ മൊയ്ത്രയെ ഇവർ പുറത്താക്കി. ഡാനിഷ് അലി ആ വിഷയത്തിലൊപ്പം നിന്നപ്പോൾ മോദിക്ക് വേണ്ടി മായാവതി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന നടപടി, ഇതാണ് നടക്കുന്നത്. ഞാൻ അതിലേക്കാണ് വന്നത്. ഈ BJP MP-ക്ക് വരുമ്പോൾ ഒരു കോൺഗ്രസ് MP-യുടെ റെക്കമെൻഡേഷനിലാണ് ഇവർ കയറിയതെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു? ഈ രാജ്യത്തിന്റെ ഒരു പക്ഷേ ഒരു ഭാഗ്യം എന്ന് കരുതി കൂടെ ഇതൊരു BJP MP-യുടെ പാസ്സായിട്ടാണ് ഈ ആക്രമികൾ. ഞങ്ങൾ BJP MP അതിന് ഗൂഢാലോചന നടത്തിയെന്ന് പറയാൻ ഇപ്പോൾ തയ്യാറല്ല. പക്ഷേ അവർ ആ BJP MP-യെ കളിപ്പിച്ചിട്ടാണ് ആ പാസ് ഒപ്പിച്ചെങ്കിൽ പോലും ഇപ്പോൾ ഇവർ ഉപയോഗിക്കുന്നത് നോക്കൂ. അത് കോൺഗ്രസിന്റെ MP ആയിരുന്നെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു? ആ രീതിയിൽ നമ്മൾ ജനാധിപത്യത്തിന്റെ എല്ലാ മര്യാദകളെയും ഇവർ ഈ രാജ്യത്തിന് മറുപടി പറയേണ്ടടുത്ത് മറുപടി പറയാതെ ഒളിച്ചോടുകയാണ്. ആ മറുപടി പറയാതെ ഒളിച്ചോടുമ്പോൾ അതിനെ ചോദ്യം ചെയ്യേണ്ടി വരും. അത് ചോദ്യം ചെയ്യുന്ന എവിടെയാ? ഇന്ത്യയുടെ പാർലമെന്റിൽ നിങ്ങൾ ഇതിന് മറുപടി പറയൂന്ന് മാത്രമാണ് പറയുന്നത്. എവിടെ പോയി? എന്തുകൊണ്ട് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഒളിച്ചോടുന്നു? ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി എങ്ങോട്ടാ? ഈ പാർലമെന്റിലേക്കല്ലേ? ശരി, നിങ്ങൾ ഇതിന്റെ മുന്നിൽ കുമ്പിട്ട് കിടന്ന് ഷോ കാണിച്ചിട്ട് കാര്യമുണ്ടോ? അങ്ങനെ ഷോ കാണിച്ചത് അതിനപ്പുറം ഇവർക്ക് എന്താണ് കമ്മിറ്റ്മെന്റ്? ഞാൻ അതാണ് സൂചിപ്പിച്ചത്. ശരി രാജു ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അത് രാജുവിന്റെ മാത്രം ചോദ്യമല്ല. 30 സെക്കൻഡ് വേണം. 30 സെക്കൻഡ്. അതെല്ലായിടത്തും പരാജയപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ചൈനയുടെ കൊഴുന്തായിട്ട് അരുണാചൽ പ്രദേശില്, അതുപോലെ തന്നെ ഇന്ത്യയുടെ ആർമി ബേസിൽ ഉറിയിലും പത്താൻകോട്ടിലും പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് ഈ നരേന്ദ്രമോദിയുടെ സമയത്താണ്. ഈ വാജ്പേയിയുടെ ഭരണകാലത്താണ് 2001 ഇന്ത്യയുടെ പാർലമെന്റ് ആക്രമിക്കപ്പെടുന്നത്. അവിടെയെല്ലാം അന്നത്തെ വാജ്പേയി ഉൾപ്പെടെയുള്ള ഭരണകൂടത്തിന്, ആ നരേന്ദ്രമോദി അല്ലാത്ത ഭരണകൂടങ്ങൾക്കെല്ലാം
ഇന്ത്യയുടെ പാർലമെന്റിലും ഇന്ത്യയുടെ ജനങ്ങളോടും അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരുന്നു. ശരി. ആ അക്കൗണ്ടബിലിറ്റി ഇന്ത്യയുടെ ഇത്രയും വലിയ എമർജൻസി ഒരു സമയം വരുമ്പോൾ അവരോട് പ്രതികരിക്കുമായിരുന്നു. മാത്രമല്ല യാദൃച്ഛികതകളോടും ഈ രാജ്യം കടപ്പെട്ടിരിക്കുന്നു. നേരത്തെ ഡാനിഷ് അലിയുടെ കാര്യം പറഞ്ഞല്ലോ. അതുപോലെ തന്നെയാണ് ഈ 2001 പാർലമെന്റ് ആക്രമണത്തിന്റെ കൃത്യം നൂല് പിടിച്ച് അതിന്റെ 22ാം വാർഷിക ദിനത്തിൽ തന്നെ ഇവരിങ്ങനെ ഒരു പദ്ധതി ഇട്ടിട്ടില്ല. ആ വിവരങ്ങളും പുറത്തു വരികയാണ്. വല്ലാത്തൊരു യാദൃച്ഛികതയാണ്. അല്ലെങ്കിൽ ഇതിനെ പലതരത്തിലുള്ള ഭീകരബന്ധമെന്ന ആഖ്യാനങ്ങൾക്ക് വഴിയൊരുക്കുമായിരുന്നു. കാരണം ഈ കൂട്ടർ ഇതിന് മുൻപ് ഈ പാസ് കിട്ടുന്നതിന് വേണ്ടി പലതവണ ബന്ധപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ ഘട്ടത്തിലൊക്കെ ആ ദിവസങ്ങളിൽ ഒന്നും കിട്ടാതെ ഡിസംബർ 14 ഇവരാവശ്യപ്പെട്ടിരുന്നു. ഡിസംബർ 14 എന്ന നിലയിലാണ് ഇവർ അഭ്യർത്ഥിച്ചത് ഏറ്റവും ഒടുവിൽ. അത് യാദൃച്ഛികമായി 13 വരികയായിരുന്നു. 12-ാം തീയതി ഈ മനോരഞ്ജൻ വന്ന് പാസ് കൈപ്പറ്റുകയുമാണ്. അപ്പോൾ അങ്ങനെ ഇവരുടെ തന്നെ സൗകര്യപ്രകാരം കൊടുത്തപ്പോൾ ഈ തീയതി 13 ആയതാണ്. ഈ ലോക്സഭ സെക്രട്ടേറിയറ്റിൻ്റെ സംവിധാനങ്ങൾ, ഈ പാസ് കൊടുക്കുന്ന സംവിധാനങ്ങൾ കൊടുത്തത് വഴി യാദൃച്ഛികമായത് 13-ാം തീയതി എത്തിയതാണ്. ഇത്തരം യാദൃച്ഛികതകളോട് ഈ രാജ്യം കടപ്പെട്ടിരിക്കുന്നു. മറ്റ് ആഖ്യാനങ്ങൾക്കത് വഴിതെളിക്കാതിരിക്കുന്നതിന് സഹായകരമായത് ഇത്തരം യാദൃച്ഛികതകളാണ്. ഞാൻ മറ്റതിഥികളുടെ പ്രതികരണങ്ങളിലേക്ക് വരാം ആദ്യ ഇടവേളയ്ക്ക് ശേഷം.